വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഏറ്റാണലിൽ വന്ന ഡ്രാമയുടെ 22ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ലിയൂഷി കാവൽക്കാരെ സ്റ്റക്കാക്കി നിർത്തി രക്ഷപ്പെട്ട തക്കം നോക്കി തുറന്നു കിടന്ന വാതിലിലൂടെ ടാനും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ലിയൂഷിയെ ഈഫങ് തടഞ്ഞു നിർത്തി ഇപ്പോഴും ഇങ്ങനെയുള്ള ട്രിക്കുകളുമായി നടക്കാൻ നാണമില്ലേ? ഇത്രയും പ്രായമായിട്ടും കുറച്ചെങ്കിലും മെച്ചപ്പെട്ടുകൂടെ എന്ന് ചോദിക്കുന്നു. ഇത്ര വർഷമായിട്ടും നിന്റെ ഈ തണുപ്പിൻ മട്ടിനൊരു മാറ്റവുമില്ലല്ലോ. നമ്മുടെ വംശങ്ങൾ തമ്മിലുള്ള പക എന്തെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ലിയൂഷി തിരിച്ചു വെച്ചപ്പോൾ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ അത് അവസാനിക്കുമെന്ന് തോന്നില്ല എന്ന് ഈഫങ് പറയുന്നു. ഡീമൻ കിങ് സീൽ പൊട്ടിച്ച് പുറത്തു വന്നാൽ പിന്നെ നമ്മൾ ഇരുകൂട്ടരുടെയും വംശക്കാർക്ക് രക്ഷയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പുറകിൽ കൂടി ആരോ വരുന്നെന്ന് പറഞ്ഞ് ഈഫങ്ങിൻ്റെ ശ്രദ്ധ തെറ്റിച്ച് ലിയൂഷി ആ തക്കത്തിന് സ്ഥലം വിടുന്നു. അപ്പോഴേക്കും മറ്റ് കാവൽക്കാർ ഓടി വന്ന് ടാൻ്റെ മുറിക്ക് മുന്നിലെ കാവൽക്കാരുടെ സ്ഥിതിയും ടാൻ രക്ഷപ്പെട്ട വിവരവും അറിഞ്ഞ് വിസിലൂതി സൂചന നൽകുന്നതിനാൽ ഈഫങ് വേഗം അവളെ അന്വേഷിച്ച് പോകുന്നു. ഷെങ് ഇരുന്ന സ്ഥലം നേരത്തെ ദിവ്യദൃഷ്ടിയിൽ കണ്ടതനുസരിച്ച് തയ്യാറാക്കി മാപ്പ് നോക്കി ആ വഴിയിലൂടെ നടക്കുകയായിരുന്നു ടാനപ്പോൾ. ഗുഹ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ തന്നെയാണല്ലോ ഷെങ്ങിനെ കണ്ടതെന്ന് പറഞ്ഞവൾ വാതിലിനടുത്തേക്ക് ചെന്നെങ്കിലും ഷോക്ക് അടിച്ചതുപോലെ അലറിക്കൊണ്ട് അവൾ തെറിച്ചു വീഴുന്നു. ഒപ്പം വാതിൽ തുറന്ന് 2 കാവൽക്കാരും മറ്റൊരു പ്രായമുള്ള ആളും പുറത്തേക്ക് വരുന്നു. അനുവാദമില്ലാതെ ഇവിടേക്ക് കടക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് അദ്ദേഹം ടാനെ വഴക്ക് പറഞ്ഞപ്പോൾ ടാൻ അയാൾക്ക് നേരെ കയർക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയണ്ട, ഷെങ്ങിനെ ഇറക്കി വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങൾ വീണ്ടും നടത്തുന്നു. അപ്പോഴേക്കും ഈഫങ് അവിടെ എത്തി അവളോട് മടങ്ങിപ്പോകാൻ പറഞ്ഞെങ്കിലും ഒരു തവണയെങ്കിലും ഞാൻ ഷെങ്ങിനെ ഒന്ന് കണ്ടോട്ടെ, എന്നെ ഒന്ന് അകത്തേക്ക് കടത്തി വിട്ടുകൂടെ എന്ന് ടാൻ സങ്കടത്തോടെ ചോദിക്കുന്നു. ഷെങ് ഇപ്പോൾ അപകടാവസ്ഥയിലാണ്, ആർക്കും അദ്ദേഹത്തെ കാണാൻ അനുവാദമില്ല എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ, ഇപ്പോൾ മടങ്ങിപ്പോകൂ, എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞപ്പോൾ ടാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. മുറിയിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലിയൂഷിയെ ഏൽപ്പിച്ചിട്ട് പോയ ലിഖിതം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനുള്ളത് പഠിച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഷെങ്ങിനെ രക്ഷിക്കാൻ കഴിഞ്ഞാലോ എന്ന് ചിന്തിച്ച് അവൾ അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെ ചെയ്തും പറഞ്ഞും പഠിക്കാൻ തുടങ്ങുന്നു. കുറേ സമയം അത് തുടർന്നപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പ്രസരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഷെങ് ഈ സമയത്തെല്ലാം ചികിത്സയിൽ തന്നെയായിരുന്നു. താനൊന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഷെങ്ങിൻ്റെ ആദ്യജന്മമായ ലിയാൻ ഷെങ്ങിനെ വാളുകൊണ്ട് കഴുത്ത് വെട്ടി കൊലപ്പെടുത്തിയത് അവൾ തന്നെയായിരുന്നു എന്ന് സ്വപ്നം കണ്ടവൾ ഞെട്ടി ഉണരുന്നുണ്ട്. കട്ടിലിൽ നിന്ന് ചാടി എഴുന്നിട്ട് വാതിൽക്കൽ ചെന്ന് നിന്ന് നിങ്ങളുടെ ട്രൈബ് ലീഡർ എപ്പോൾ വരുമെന്ന് അവൾ അന്വേഷിക്കുന്നു. വരുമ്പോൾ അറിയിക്കാം, വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട എന്നവർ പറയുന്നത് കേട്ട് അവൾ ഉറക്കെ കരയാൻ തുടങ്ങുന്നു. ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്നൊക്കെ കരച്ചിലൂടെ ചോദിക്കുന്നുമുണ്ട്. ആ സമയത്ത് വാതിൽ തുറന്ന് അവൾക്കുള്ള ഭക്ഷണമായ ഒരു സ്ത്രീ അകത്തേക്ക് കയറി വരുന്നു. അവരെ കടന്ന് ടാൻ കരച്ചിലൊക്കെ നിർത്തിയിട്ട് പുറകിൽ കൂടി ചെന്ന് അവരെ അടിച്ചു വീഴ്ത്തുന്നു. അവരുടെ ഓവർകോട്ട് എടുത്ത് ധരിച്ച് പാത്രവും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഈഫങ് അവിടെ എത്തി അവളെ പുറകിൽ നിന്ന് വിളിച്ചിർത്തി എവിടെ പോകുന്നു ചോദിക്കുന്നു. മുറിയിലിരുന്ന് ശ്വാസം മുട്ടിയത് കൊണ്ട് കുറച്ച് ശുദ്ധവായു ശ്വസിക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നവൾ പറഞ്ഞപ്പോൾ നിനക്ക് ഷെങ്ങിനെ കാണണ്ടേ, നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് ഈഫങ് പറയുന്നു. ഷെങ്ങിന് ബോധം വീണോ, അവൻ്റെ പരിക്ക് ഭേദമായോ എന്നൊക്കെ ടാൻ ആവേശത്തോടെ ചോദിക്കുന്നു. അവന് മുറിവുകളൊക്കെ പരിശോധിച്ച് സ്വന്തമായി ചികിത്സിച്ചോളാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അതോടത്തിന് വിഷമിക്കേണ്ടതെന്ന് ഈഫങ് പറയുന്നു. ഷെങ് എന്നെ അന്വേഷിച്ചോ അതോ ഇനി അവൻ ശരിക്കും എന്നെ മറന്നോ എന്ന് ടാൻ ചോദിച്ചപ്പോൾ അങ്ങോട്ടല്ലേ പോകുന്നത്, അവിടെ എത്തുമ്പോൾ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഈഫങ് തിരിഞ്ഞു നടക്കുന്നു. ടാനും അവൻ്റെ പുറകിന് പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് കണ്ട ഈഫങ്ങിൻ്റെ അനുയായികളെല്ലാം ശത്രുവിനെ നോക്കുന്ന മട്ടിലാണ് ടാനിനെ നോക്കിയത്. ഇവരെല്ലാം എന്തിനാണെന്ന് ഇങ്ങനെ നോക്കുന്നത്, അതോ ഇവിടെ ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്ന രീതി ഇതാണോ എന്ന് ടാൻ ഈഫങ്ങിനോട് ചോദിച്ചപ്പോൾ ഇരുവംശക്കാരും തമ്മിൽ വർഷങ്ങളായുള്ള ശത്രുതയല്ലേ, അതിൻ്റെ ഒരു എഫക്റ്റാണ്, മൈൻഡ് ചെയ്യേണ്ട. ലിയാൻ ഷെങ്ങിൻ്റെ റൂം കുറച്ച് മുന്നിലായാണ്, അവനവിടെ നമ്മളെ കാത്തിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. വഴിയിൽ റോസാപ്പൂക്കൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ടാൻ എന്തോ ഓർമ്മിച്ചതുപോലെ ഈഫങ്ങിനോട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു റോസാപ്പൂ പറിച്ചെടുക്കുന്നു. ടാൻ ഷെങ്ങിൻ്റെ മുറിയിലെത്തിയപ്പോൾ ഷെങ്ങിനെ ചികിത്സിച്ചുകൊണ്ട് നിന്ന മറ്റുള്ളവരോട് പുറത്തേക്ക് പോകാൻ ഈഫങ് ആംഗ്യം കാണിക്കുന്നു. ഷെങ് തന്നെ മറന്നു കാണുമെന്ന ഭയത്തോടെയാണ് ടാൻ അവൻ്റെ അടുത്തേക്ക് എത്തിയത്. കയ്യിൽ കരുതിയിരുന്ന റോസാപ്പൂ അവന് നേടിയിട്ട് ഇതങ്ങയ്ക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന പൂവാണ്, നമ്മുടെ പ്രോമിസ് അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ ഷെങ് ഒരു പരിചയമില്ലാത്ത രീതിയിൽ പൂ വാങ്ങി വെച്ചിട്ട് മറന്നുപോയതിന് ക്ഷമ പറഞ്ഞപ്പോൾ ടാനിൻ്റെ സകല പ്രതീക്ഷയെ നശിച്ച് അവൾ തിരിഞ്ഞെന്ന് കരയാൻ തുടങ്ങുന്നു. അവളുടെ ഭാവമാറ്റം കണ്ട് ഷെങ്ങും നമ്പരക്കുന്നുണ്ട്. ഈഫങ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ടാൻ കണ്ണു തുറച്ചിട്ട് ഷെങ്ങിൻ്റെ അരികിലായി താഴെ ഇരിക്കുന്നു. നീയാണോ ഞാൻ വിവാഹം ചെയ്ത ക്യൂ ഷിയാവോ ടാൻ എന്ന് ഷെങ് ചോദിച്ചപ്പോൾ ടാൻ പിന്നെയും കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് ഷെങ് നീ എന്നെ ശരിക്കും മറന്നുപോയോ, ഞാൻ ഇനി മുന്നോട്ടങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഷെങ് പതുക്കെ അവളുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് നമ്മൾ തമ്മിൽ എന്ത് പ്രോമിസാണ് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല, നമ്മൾ ചിലപ്പോൾ നല്ല ബന്ധത്തിലായിരുന്നിരിക്കാം, പക്ഷേ എൻ്റെ ജീവൻ അപകടത്തിലായിരുന്ന സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ഷെങ് ചോദിക്കുന്നു. നീ ചിന്തിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ, ഞാൻ നിന്നെ കാണാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല, എത്ര ശ്രമിച്ചിട്ടും അവരെന്നെ ഇങ്ങോട്ട് കടത്തിവിട്ടില്ല എന്ന് ടാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഷെങ് ഒരു കർച്ചീഫ് എടുത്ത് അവൾക്ക് മുഖം തുറയ്ക്കാൻ കൊടുത്തിട്ട് കരയണ്ട, ഇനി മുതൽ എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ അനുവദിക്കുന്നതാണ് എന്ന് അവൾക്ക് വാക്ക് കൊടുക്കുന്നു. അതോടെ ടാന് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. നിൻ്റെ അടുത്ത് നിൽക്കാൻ നീ എന്നെ അനുവദിച്ചാൽ മാത്രം മതി എന്നവൾ പറയുന്നു. എന്നാൽ ഷെങ് ടാനെ അടുത്ത് തന്നെ നിർത്താൻ തീരുമാനിച്ചത് മോ വംശത്തിലെ മുതിർന്നവർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. സത്യമല്ല ഷെങ്ങിനോട് തുറന്നു പറഞ്ഞ് അവരെ തമ്മിൽ അകറ്റിയാലോ എന്ന് അവർ അഭിപ്രായപ്പെട്ടപ്പോൾ ഈഫങ് അതിനെ എതിർക്കുന്നു. ഷെങ്ങും ടാനും തമ്മിൽ ലൈഫ് ആൻഡ് ഡെത്ത് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ പതിയെ കാര്യങ്ങളെല്ലാം തനിയെ അറിഞ്ഞുകൊള്ളും എന്നവൻ പറഞ്ഞപ്പോൾ നമ്മുടെ ശത്രുക്കളായ ക്യൂ വംശക്കാരിയായ ടാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വംശക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നവർ വീണ്ടും പറയുന്നു. ഇരുവംശങ്ങളും തമ്മിലുള്ള ശത്രുത സമയമാകുമ്പോൾ പ്രകൃതി തന്നെ ഇടപെട്ട് ഇല്ലാതായിക്കൊള്ളും. അതിൻ്റെ പേരിൽ ലിയാൻ ഷെങ്ങിൻ്റെ തീരുമാനത്തെ എതിർക്കാമെന്നാരും കരുതണ്ട. ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ചയും വേണ്ട എന്ന് ഈഫങ് തീർത്ത് പറയുന്നു.
ടാൻ ഉറങ്ങിക്കിടക്കുന്ന ഷെങ്ങിൻ്റെ കട്ടിലേക്ക് തലവെച്ച് മയങ്ങിപ്പോകുന്നുണ്ട്. ഷെങ് ഇടയ്ക്കുണർന്ന് ചുമച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ച തുണിയിലൊക്കെ രക്തം പടരുന്നുണ്ട്. ശബ്ദം കെട്ടുണർന്ന ടാൻ കാണാതെ അവനത് മറച്ചു പിടിച്ചിട്ട് അടുത്തുള്ള മേശയുടെ ഡ്രോയറിൽ നിന്ന് മഞ്ഞക്കുപ്പിലിരിക്കുന്ന മരുന്നിങ്ങെടുത്ത് തരാൻ അവളോട് പറയുന്നു. അവൾ അതെടുത്ത് നീട്ടിയിട്ട് അതിലെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ചുമയ്ക്കുള്ള മരുന്നായ ബ്ലൂ സ്റ്റോൺ പൗഡറാണിത് എന്ന് ഷെങ് പറഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായിരിക്കുമല്ലോ, അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതായിരിക്കുമെന്ന് ടാൻ ചോദിക്കുന്നു. എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് ഷെങ് ചോദിച്ചപ്പോൾ അവളത് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംസാരിക്കുന്നതിനിടയിൽ ടാനിൻ്റെ കയ്യിലിരുന്ന കുപ്പി അബദ്ധത്തിൽ താഴെ വീണതിന് ഷെങ് അവളെ വഴക്ക് പറയുന്നു. ഇതൊക്കെ ജിങ്ഷിൻ്റെ ജോലിയായിരുന്നതിനാൽ ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല എന്നവൾ പറഞ്ഞപ്പോൾ ഇനി മുതൽ ഇവിടെ സഹായത്തിന് ആരും ഉണ്ടാവില്ല, എല്ലാം തനിച്ച് ചെയ്ത് ശീലിച്ചേ മതിയാകൂ എന്നവൻ പറയുന്നു. അവളത് സമ്മതിച്ചിട്ട് എന്താ പറയാനായി അവനെ സ്നേഹത്തോടെ ഷെങ് ഷെങ് എന്ന് വിളിച്ചപ്പോൾ ഇനി മുതൽ എന്നെ അങ്ങനെ വിളിക്കരുത്, ഒന്നുകിൽ പ്രഭു എന്ന് വിളിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ വിളിക്കുന്ന പോലെ ലിയാങ് ഷെങ് എന്ന് വിളിക്കണം. ഷെങ് എന്ന് കേൾക്കുമ്പോൾ കുട്ടികളെ വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നവൻ പറയുന്നു. ആദ്യമായി കേൾക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. ഞാൻ കുറേ തവണ വിളിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ ശരിയായിക്കോളുമെന്ന് ടാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ആ വിളിയിൽ അസ്വസ്ഥനാണ് എന്നവൻ പറയുന്നു. ടാൻ്റെ മുഖം മങ്ങുന്നത് കണ്ട് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല എന്ന് ഷെങ് പറയുന്നു. എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ് തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നടന്ന പല സംഭവങ്ങളെക്കുറിച്ചും തങ്ങളുടെ മകനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പലതവണ ചോദിക്കുന്നു. ഷെങ്ങിനൊന്നും ഓർമ്മയില്ലെന്ന് മാത്രമല്ല അവൻ്റെ ചുമ കൂടുകയും ചെയ്യുന്നത് കണ്ട് നിന്നെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തുകാർ നിൻ്റെ ഓർമ്മകൾ ഇല്ലാതാക്കുകയും ചെയ്തു. എന്നിട്ട് അവർ നിന്നെ മര്യാദയ്ക്ക് ചികിത്സിച്ച് ഭേദമാക്കിയതുമില്ല എന്നവൾ അവിടെ നിന്ന് പിറുപിറുക്കുന്നു. അവളുടെ സംസാരം ഷെങ്ങിനെ ദേഷ്യം പിടിപ്പിക്കുന്നതിനാൽ 50 അടി മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ അനങ്ങാതെ നിൽക്കാൻ അവളോട് ശിക്ഷയായി അവൻ പറയുന്നു. ടാൻ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ചുവടുകൾ എണ്ണി 50 അടി എത്തി ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ മുന്നിൽ ഭിത്തി കണ്ട് ഭിത്തിയിലേക്ക് നോക്കി നിൽക്കാനാണോ അങ്ങ് പറഞ്ഞതെന്ന് അവൾ ചോദിക്കുന്നു. ഭിത്തിയിലേക്ക് നോക്കി നിന്ന് നിന്റെ തെറ്റുകൾ തിരിച്ചറിയാൻ ഷെങ് മറുപടി നൽകുന്നു. ടാൻ ആകെ നിരാശയായി അവിടെ ചാരി നിൽക്കുന്നു. പക്ഷേ അധിക സമയം അടങ്ങി നിൽക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അവിടെ നിൽപ്പുണ്ടായിരുന്ന കാവൽക്കാരൻ്റെ അടുത്ത് ചെന്ന് ചേട്ടൻ എത്ര നേരമായി ഇങ്ങനെ നിൽക്കുകയാണെന്ന് അവൾ ചോദിക്കുന്നു. 6 മണിക്കൂറായി എന്നറിഞ്ഞപ്പോൾ യു ആർ ടു ഗ്രേറ്റ് എന്ന് പറഞ്ഞ അയാളെ അഭിനന്ദിച്ചിട്ട് എൻ്റെ ജോലി റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആയിരുന്നു, അതിന് നന്നായി സംസാരിക്കാനുള്ള കഴിവാണ് വേണ്ടത്, താങ്കളുടെ ജോലി എൻ്റെതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പുകഴ്ത്തുന്നു. അവളുടെ സംസാരം കേട്ട് നിന്നോട് അവിടെ ചെന്ന് ഭിത്തിയിൽ നോക്കി നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഞാൻ അനുവാദം തന്നില്ലല്ലോ. ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് നിന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ 2 മണിക്കൂർ കൂടി നിന്റെ ശിക്ഷ ഞാൻ നീട്ടുന്നതാണെന്ന് ഷെങ് അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ടാൻ വേഗം പഴയ സ്ഥാനത്ത് നിന്ന് നിൽക്കുന്നു. അപ്പോഴാണ് ഷെങ്ങിന് ഫുഡുമായി ഒരു ജോലിക്കാരി അവിടേക്ക് വന്നത്. ടാൻ പ്രതീക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ഷെങ് അവരോട് അകത്തേക്ക് കയറി വരാൻ നിർദ്ദേശിച്ചിട്ട് കാവൽക്കാരനോടും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളാൻ പറയുന്നു. ഭക്ഷണം കൊണ്ടുവന്ന സ്ത്രീ മടങ്ങിപ്പോയപ്പോൾ എനിക്ക് കഴിക്കാനൊന്നുമില്ല എന്ന മട്ടിൽ ടാൻ അവരെ നോക്കിയെങ്കിലും അവർ മൈൻഡ് ചെയ്യാതെ പോകുന്നു. എനിക്കും കൂടി കുറച്ച് ഭക്ഷണം തരുമോ എന്ന് ടാൻ ഷെങ്ങിനോട് വിളിച്ച് ചോദിക്കുന്നു. അവൻ അവളെ അകത്തേക്ക് കയറി ചെല്ലാൻ അനുവദിക്കുന്നു. ടാൻ്റെ ആവശ്യത്തോടെയുള്ള ഭക്ഷണം കഴിപ്പ് കണ്ട് ധൃതി പിടിക്കേണ്ട, പതുക്കെ കഴിച്ചാൽ മതി, വേറെ ആരും നിന്റെ ഭക്ഷണം തട്ടിയെടുക്കില്ല എന്ന് ഷെങ് പറയുന്നു. അത് കേട്ട് ടാൻ കരയാൻ തുടങ്ങുന്നത് കണ്ട് ഞാൻ മോശമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് ഷെങ് ചോദിക്കുന്നു. ഞാൻ മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോഴും നീ ഇത് തന്നെ പറയുമായിരുന്നു എന്ന് ടാൻ വിഷമത്തോടെ പറയുന്നു. കൂട്ടത്തിൽ നമ്മൾ തമ്മിൽ ആദ്യം കണ്ടത് ഓർമ്മയുണ്ടോ, ഞാൻ മതിലിന് മുകളിൽ ഇരിക്കുമ്പോഴായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ടാൻ ആ സംഭവം വിവരിക്കുന്നു. ഷെങ്ങിന് അത് കേട്ടപ്പോൾ വീണ്ടും ദേഷ്യം വരുന്നു. കഴിക്കുന്നത് മതിയാക്കി വീണ്ടും പുറത്തുപോയി ഭിത്തിയിലേക്ക് നോക്കി നിൽക്കാൻ അവൻ നിർദ്ദേശിക്കുന്നു. ടാൻ സങ്കടവും ദേഷ്യമൊക്കെ വന്ന് എഴുന്നേറ്റ് പോകുന്നു. പുറത്തു പോയി നിന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉറക്കം വന്നതിനാൽ ഭിത്തിയിലേക്ക് നോക്കി നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ, ഇരുന്നാൽ പോരെ എന്ന് അവൾ വിളിച്ചു ചോദിക്കുന്നു. ഇരുന്നോളാൻ അവൻ സമ്മതിക്കുന്നു. ടാൻ അവിടെ ഇരിക്കാതെ ഒരു പവലിയനിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് അവൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. സത്യത്തിൽ ടാൻ കഴിഞ്ഞ ഓരോ സംഭവങ്ങളും ഷെങ്ങിനോട് പറഞ്ഞപ്പോൾ അവനതൊന്നും ഓർമ്മയില്ലായിരുന്നെങ്കിലും അവൻ്റെ ഹൃദയത്തിന് നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ഞാനിതൊക്കെ മറന്നുപോയെങ്കിലും എൻ്റെ ഹൃദയം ഇപ്പോഴും അവളെ ഓർമ്മിക്കുന്നത് കൊണ്ടായിരിക്കുമോ എന്നവൻ ചിന്തിക്കുന്നു. അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പുറത്ത് ടാൻ്റെ ശബ്ദമൊന്നും കേൾക്കാതെ ആയപ്പോൾ അവളിന് ശരിക്കും പോയി കാണുമോ എന്നറിയാൻ ഷെങ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പവലിയനിലിരുന്ന് ഉറങ്ങുന്ന ടാൻ്റെ മുകളിലായി പല ഭാഗത്തു നിന്നുള്ള എനർജി ഒരു പ്രകാശവലയം പോലെ ഒത്തുകൂടിയിരിക്കുന്നത് കണ്ട് ഇത്രയധികം മാന്ത്രികശക്തി ഇവൾക്ക് എങ്ങനെ കിട്ടി, ഇവളിനി അവൾ തന്നെ ആയിരിക്കുമെന്ന് ഷെങ് അമ്പരപ്പോടെ ചിന്തിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് വന്ന ഈഫങ്ങിനോടും അതിന് അതേ സംശയം ചോദിക്കുന്നു. നീ നിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയാതിരുന്നത് എന്ന് ഈഫങ് പറഞ്ഞപ്പോൾ അപ്പോൾ ശരിക്കും ഇവൾ അവൾ തന്നെയാണോ എന്ന് ഷെങ് വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷേ പൂർണ്ണമായും അവളല്ല. അവൾ ഇങ്ങനെ ആയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. മുമ്പത്തെ ആ സ്ത്രീ നിന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുമായിരുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഇവൾ അവളുടെ മുഴുവൻ സംശയവും അവളുടെ മുഴുവൻ ശ്രദ്ധയും നിന്നിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ഈഫങ് പറയുന്നു. അവൾ ശരിക്കും ഞാനുമായി പ്രണയത്തിലായോ എന്ന് ഷെങ് വിശ്വാസം വരാത്ത പോലെ ചോദിക്കുന്നു. പ്രണയം മാത്രമല്ല, അവളുടെ ഹൃദയത്തെ നീ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും അവൾ തയ്യാറാണ്. അവൾ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ അവളോട് ഇങ്ങനെ ക്ഷമിക്കുമായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ജീവിതത്തിൽ അവൾ നിന്നോട് കടപ്പെട്ടിരിക്കുന്നതെല്ലാം വിട്ടാൻ അവളെ അനുവദിക്കാൻ പറഞ്ഞിട്ട് ഈഫങ് അവിടെ നിന്ന് പോകുന്നു. സിയാങ് ടാനുമായുള്ള 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എൻ്റെ പാസ്റ്റും ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഈ പെൺകുട്ടിയുമായുള്ള പാസ്റ്റും ഒന്നും ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? അവളെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിന് എന്തായിരിക്കും ഇത്ര വേദന അനുഭവപ്പെടുന്നത്? എന്തൊക്കെയായിരിക്കും
ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ ഷെങ് കാര്യമായി ചിന്തിക്കുന്നുണ്ട്. വൈകിട്ട് ടാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് പവലിയനിൽ നിന്ന് ഉറങ്ങുന്ന സമയത്ത് സംഭവിച്ച എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ഷെങ് അവളോട് ചോദിക്കുന്നു. എനിക്കറിയില്ല, എല്ലാവരും പക്ഷേ ആകെ പരിഭ്രാന്തിയിലാവുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയുള്ള മുതിർന്നവരുടെയൊക്കെ നോട്ടം കണ്ടാൽ ഞാൻ അവരുടെ വീടിന് തീയിട്ടെന്ന് തോന്നും എന്ന് ടാൻ പറയുന്നു. മോ വംശവും ക്യൂ വംശവും വർഷങ്ങളായുള്ള ശത്രുതയല്ലേ, അതുകൊണ്ട് അവരങ്ങനെ പെരുമാറുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ക്യൂ വംശത്തിൽ നിന്നല്ല വന്നത് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ഷെങ് അവളോട് ചോദിക്കുന്നു. അങ്ങേക്കും എന്നെ വിശ്വാസമില്ലേ? എൻ്റെ പേരിൻ്റെ സർനെയിം ക്യൂ ആണെങ്കിലും ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്നല്ല വരുന്നത്. എനിക്കവരെ ആരെയും അറിയുകയുമില്ല എന്ന് ടാൻ പറയുന്നു. ശരി, എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ടാനിനെ നോക്കുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാത്ത മട്ടിൽ നിൽക്കുന്നത് കണ്ട് നീ എൻ്റെ ഭാര്യ തന്നെയല്ലേ എന്ന് ഷെങ് ചോദിക്കുന്നു. അത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ ഷൂ ഊരാൻ സഹായിക്കുന്നു. ഷെങ് കിടന്നു കഴിഞ്ഞപ്പോൾ നന്നായി ഉറങ്ങിക്കോളൂ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ മുറിക്ക് പുറത്തു തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ടാൻ പോകാൻ തുടങ്ങുന്നു. നമ്മൾ വിവാഹം കഴിഞ്ഞവരല്ലേ, അപ്പോൾ പിന്നെ ഒരുമിച്ചല്ലേ ഉറങ്ങേണ്ടതെന്ന് ഷെങ് ചോദിച്ചപ്പോൾ ടാൻ കയ്യിലിരുന്ന തുണി ഞരടിക്കൊണ്ട് മടിച്ചു നിൽക്കുന്നു. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞ് ഷെങ് തിരിഞ്ഞു കിടന്നപ്പോൾ ടാൻ പതുക്കെ കട്ടിലിരുന്ന് ഷൂ അഴിച്ചു മാറ്റിയിട്ട് അവൻ്റെ ഒപ്പം കയറി കിടക്കുന്നു. ഷെങ് തിരിഞ്ഞു കിടന്നിട്ട് ഈഫങ്ങിൻ്റെ മനസ്സിനെ ഇളക്കി മറിക്കാനും മാത്രം എന്താണ് നീ അന്ന് അവനോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അത് ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അങ്ങേ തൽക്കാലത്തേക്കാണ് ഞാൻ വിട്ടിരുന്നത്. ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തന്നെ തിരിച്ചു തന്നേക്കണം. അങ്ങ് എൻ്റേത് മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നവൾ പറയുന്നു. ഷെങ് അത് കേട്ടിട്ടും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ സമയം ഒത്തിരിയായി, കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.